കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സമരത്തിന്റെ ഭാഗമായി സ്ത്രീ തൊഴിലാളികൾ ഇത്തരത്തിലുള്ള സമരയാത്ര നടത്തി തെരുവുകളിൽ ഉറങ്ങുന്ന ഒരു ചരിത്രം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ആശാവർക്കർമാരില്ല എന്നാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആശാവർക്കർമാരാണ് ഓരോ സമര കേന്ദ്രത്തിലും ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് വന്ന് നിൽക്കുന്നത്. എന്താണ് നീതിയെന്നും എന്താണ് നീതികേടെന്നും ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ആശാ സമരം ചർച്ചാ വിഷയമാകും. ഒരുപക്ഷെ ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നത് ആശാ സമരമായിരിക്കും. മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം CPM-ൻ്റെയോ LDF-ൻ്റെയോ മുഖ്യമന്ത്രിയല്ല. 106 ദിവസമായി സ്ത്രീകൾ തെരുവിലിരുന്ന് ഈ പ്രതികൂലമായ കാലാവസ്ഥയെല്ലാം അതിജീവിച്ചുകൊണ്ട് സമരം ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിനെ ഒഴിവാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? തൊഴിലാളി സമരങ്ങളിലൂടെ വളർന്നു വന്ന നേതാവ്, തൊഴിലാളി സമരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള നേതാവ്, അത് ജീവിതത്തിൽ നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു തൊഴിലാളി സമരത്തെ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. അവരുടെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ, അവരുടെ CITU നേതാക്കന്മാരടക്കമുള്ള ആളുകൾ എത്ര വലിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് നടത്തിയത്, അശ്ലീല പരാമർശങ്ങളാണ് നടത്തിയത്. അവരുടെ മുന്നിലിരിക്കുന്ന സ്ത്രീകളെ പോലെ അവർ ആ അളവിൽ പരിഗണിക്കുന്നതേയില്ല. സ്ത്രീ വിരുദ്ധത പറഞ്ഞാൽ സ്ത്രീപക്ഷത്ത് നിൽക്കാൻ ഈ വനിതാ നേതാക്കന്മാർക്ക് ഒരാൾക്കും കഴിയുന്നില്ല. CPM-ൽ അതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 106 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ സമരയാത്ര നടത്തുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവാണ് നയിക്കുന്നത്. ഇന്ന് എറണാകുളം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഇപ്പം വടക്ക് നിന്നും തുടങ്ങി ഇപ്പം കേരളത്തിൻ്റെ സെൻട്രൽ എത്തിയിരിക്കുകയാണ്. എന്താണ് ഇതുവരെയുള്ളൊരു അനുഭവം? ഇതുവരെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ കേരളം ഒന്നടങ്കം ഈ സമരത്തോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇതുവരെ ഉള്ള അനുഭവം. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ എല്ലാ ആളുകളും വന്ന്, സാധാരണ മനുഷ്യരുൾപ്പെടെ എല്ലാ രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും മതപ്രതിനിധികളും എല്ലാവരും വന്ന് ഈ സമരത്തെ പിന്തുണയ്ക്കുകയാണ്. എല്ലാവരും ഈ സമരം വിജയിക്കണം, ഡിമാൻഡ് നേടിയെടുത്ത് വിജയിച്ച് ഈ സമരത്തിൽ നിന്ന് പിന്മാറാവൂ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. വളരെ വളരെ ഹൃദ്യമായ അനുഭവമാണ്. ഞങ്ങൾ ഈ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി എടുത്തത്. പക്ഷേ എങ്കിലും ആ സമരയാത്രാ പ്രഖ്യാപനം എത്രത്തോളം കൃത്യമായൊരു ആയിരുന്നു എന്നിപ്പോൾ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം സമരപന്തലിലേക്ക് ഇതിനോടകം ആയിരക്കണക്കിന് ആളുകൾ വന്നു, ആശാവർക്കർമാർ മാത്രമല്ല. പക്ഷേ വരാൻ പറ്റാതെ അതാത് ജില്ലകളിലിരുന്ന ഈ സമരത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവർക്കൊക്കെ ഞങ്ങളെ കാണാനും അവരെ ഞങ്ങൾക്ക് കാണാനും അവരുടെ സ്നേഹവും കരുതലും ഒക്കെ നേരിട്ട് അനുഭവിക്കാനും ഒക്കെ കഴിഞ്ഞ വളരെ വ്യത്യസ്തമായ ഒരു സമര രീതി തന്നെയാണിത്. അത് ആ അളവിൽ തന്നെയാണ് കേരളം ഒന്നാകെ കാണുന്നതും. ഇതുവരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സമരത്തിൻ്റെ ഭാഗമായി സ്ത്രീ തൊഴിലാളികൾ ഇത്തരത്തിലുള്ള സമരയാത്ര നടത്തി തെരുവുകളിൽ ഉറങ്ങുന്ന ഒരു ചരിത്രം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അപരിചിതമായ തെരുവുകളിൽ പോയി രാത്രിയിൽ ഞങ്ങൾക്ക് അവിടെ ഉറങ്ങാൻ കഴിയുന്നത് ഈ സമൂഹത്തിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷനുള്ളിൽ നിന്നുകൊണ്ടാണ്. ഞങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് അവിടെയുള്ള ആളുകൾ രാത്രി ഞങ്ങൾക്ക് കാവലിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം വളരെ സവിശേഷമായ ഒരു സാഹചര്യം, അല്ലെ ഒരു അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ യഥാർത്ഥ ജനാധിപത്യ പ്രബുദ്ധത എന്താണ്, രാഷ്ട്രീയ ബോധം എന്താണ്, തൊഴിലാളികളോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് തെളിയിക്കുന്നതാണ് യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകരണങ്ങൾ. മലബാറിലൊക്കെ എങ്ങനെയായിരുന്നു സ്ത്രീ പ്രാതിനിധ്യം? മലബാറിലൊക്കെ വളരെ വലിയ ആശാവർക്കർമാരില്ല എന്നാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആശാവർക്കർമാരാണ് ഓരോ സമര കേന്ദ്രത്തിലും ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് വന്ന് നിൽക്കുന്നത്. അവരൊക്കെ നമ്മളെ കാണുമ്പോൾ കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ തരുന്നു. കാരണം അവർക്ക് ആ സമരഭൂമിയിൽ പലർക്കും എത്താൻ കഴിഞ്ഞില്ല. കാരണം ഇപ്പോഴും പാലക്കാട് പല സ്ഥലങ്ങളിലും നമ്മുടെ സ്വീകരണത്തിന് വരേണ്ടുന്ന ആളുകളെ CITUക്കാർ വീട്ടിൽ കയറി വിലക്കി. പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് അവിടെ എത്താൻ പറ്റാതെ പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും ഒത്തിരി വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കെല്ലാം ഞങ്ങൾ നേരിട്ട് ഈ സമരത്തോടൊപ്പം ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ യാത്രയിലൂടെ സൃഷ്ടിച്ചു. അപ്പോൾ വൻതോതിലുള്ള പങ്കാളിത്തമാണ്. പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ വന്ന് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് വളരെ വലിയ ക്ലാരിറ്റിയോടുകൂടിയാണ്. കാരണം
ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരുന്ന സംഭവവികാസങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളും എല്ലാവരും അതിൻ്റെ പിന്നാലെയാണ്. വളരെ കൃത്യമായി സൂക്ഷ്മമായിട്ടാണ് എല്ലാവരും അത് മനസ്സിലാക്കുന്നതും വിശകലനം ചെയ്യുന്നത്. അവരുടെ നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള അവരുടെ പ്രസംഗങ്ങളിൽ നിന്നും വിശകലനങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കി ഞങ്ങളിങ്ങനെ അത്ഭുതത്തോടെ നോക്കും. ഞങ്ങൾക്ക് ഈ സമരത്തിൻ്റെ നാൾവഴികളെക്കുറിച്ചോ സർക്കാർ നടത്തിയ ഈ സമരത്തോട് കാണിച്ച നീതികേടിനെ കുറിച്ചോ ഒന്നും ഞങ്ങൾ പറയേണ്ടുന്ന കാര്യമേ ഇല്ല. അത് വളരെ ഡേറ്റ് വൈസായിട്ട് ആ പ്രസംഗകരും അല്ല അവിടെ വരുന്ന ജനപ്രതിനിധികളും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്രത്യേകിച്ചും സ്ത്രീകൾ ഇത്രത്തോളം ഒരു സമരത്തെ ഏറ്റെടുത്ത് സമരത്തെക്കുറിച്ച് സംസാരിച്ച് സമരത്തിൻ്റെ ആളുകൾ വരുന്ന കാത്തുനിന്ന് ഒക്കെ വളരെ വലിയൊരു അനുഭവം തന്നെയാണ്. സ്ത്രീ പ്രാതിനിധ്യം വളരെ വളരെ നല്ല സ്ത്രീ പ്രാതിനിധ്യം. ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ശക്തമായ തീരുമാനം? ഇല്ല, ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇലക്ഷന് മത്സരിക്കുന്നില്ലല്ലോ, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താണ് ശരിയെന്നും എന്താണ് നീതിയെന്നും എന്താണ് നീതികേടെന്നും ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ആശാസമരം ചർച്ചാ വിഷയമാകും. അത്തരത്തിൽ ഒരുപക്ഷെ ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നത് ആശാസമരമായിരിക്കും. അത്തരത്തിൽ കേരളത്തിലെ ഒരു ചെറിയൊരു വിഭാഗം തൊഴിലാളികൾ നടത്തുന്ന സമരത്തെ ഇവർ കാണിച്ച നെറികേടിലൂടെ പിടിവാശിയിലൂടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരം സെറ്റിൽ ചെയ്യാതെ പോയത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി ഈ തെരഞ്ഞെടുപ്പിൽ ഇവരാണ് മാറ്റിയത്. അല്ല, ഈ ഭരിക്കുന്ന സർക്കാരാണ്. ഇവർ ഈ സമരത്തെ നേരത്തെ സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആശാ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. തീർച്ചയായിട്ടും വിജയം വരെ നമ്മുടെ സമരം തുടരും. തീർച്ചയായിട്ടും വിജയം വരെ. ഈ കാലാവസ്ഥ അതിജീവിച്ച് ഞങ്ങൾ പോകുന്നില്ലേ? അവിടെ ഇതിലും വലിയ മഴയാണ്. തിരുവനന്തപുരത്ത് റെഡ് അലർട്ടാണ്. അവിടെ നമ്മുടെ സമരപ്പന്തൽ ഇപ്പം തുടർന്നു പോകുക. നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ തുടർന്നു പോവുകയാണ്. ഇതൊന്നും കൊണ്ട് ഞങ്ങൾ ഭയപ്പെടും. മുഖ്യമന്ത്രിയോട് എന്താ പറയാം? മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം CPM-ൻ്റെയോ LDF-ൻ്റെയോ മുഖ്യമന്ത്രിയല്ല. ഈ കേരളത്തിലെ ജനങ്ങൾ നികുതി കൊടുത്ത പണം കൊണ്ട് ഒരു വലിയ ജനാധിപത്യ പ്രക്രിയ, ഇലക്ഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കൊടുക്കുന്ന നികുതി കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ്. അപ്പോൾ അത് 3.5 കോടി ജനങ്ങളുടെ സർക്കാരാണ്, CPM-ൻ്റെയോ LDF-ൻ്റെയോ സർക്കാരല്ല. അപ്പോൾ അദ്ദേഹം അതിനനുയോജ്യമായ രീതിയിൽ ഈ സമരത്തെ കാണാനും ഈ സമരത്തെ മനസ്സിലാക്കാനും ഈ സമരത്തെ സെറ്റിൽ ചെയ്യാനും തയ്യാറാകണം. 106 ദിവസമായി സ്ത്രീകൾ തെരുവിലിരുന്ന് ഈ പ്രതികൂലമായ കാലാവസ്ഥയെല്ലാം അതിജീവിച്ചുകൊണ്ട് സമരം ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിനെ ഒഴിവാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തെ പോലെയുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം വെറുതെ മുഖ്യമന്ത്രിയായ ആളല്ലല്ലോ. 80 വയസ്സായി. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു 10-15 വയസ്സിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതായിരിക്കും. ഇത്ര ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവ്, തൊഴിലാളി സമരങ്ങളിലൂടെ വളർന്നു വന്ന നേതാവ്, തൊഴിലാളി സമരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള നേതാവ്, അത് ജീവിതത്തിൽ നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് വന്നിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തെ പോലൊരാൾ ഒരു തൊഴിലാളി സമരത്തെ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഏറ്റവും മാന്യമായി കൈകാര്യം ചെയ്യാൻ, ഏറ്റവും ജനാധിപത്യപരമായി കൈകാര്യം ചെയ്യാൻ തയ്യാറാകണം. എത്രയും പെട്ടെന്ന് ഈ സമരം സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും സ്ത്രീപക്ഷ സർക്കാരല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സ്ത്രീ സമരത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്തതാണ്. അവരുടെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ, അവരുടെ CITU നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ഈ എത്ര വലിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് നടത്തിയത്, അശ്ലീല പരാമർശങ്ങളാണ് നടത്തിയത്. അവരുടെ മുന്നിലിരിക്കുന്ന സ്ത്രീകളെ പോലെ അവർ ആ അളവിൽ പരിഗണിക്കുന്നതേയില്ല. പക്ഷേ 3 വനിതാ മന്ത്രിമാരുണ്ട് നമ്മുടെ നിയമസഭയിൽ. ഒരാൾ പോലും ഇതിനെക്കുറിച്ച് എതിർത്തൊരക്ഷരം പറഞ്ഞില്ല. വനിതാ കമ്മീഷനുണ്ട്. സുരേഷ് ഗോപി വന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ CITUവിൻ്റെ നേതാവ് ഒരു പരാമർശം നടത്തിയപ്പോൾ, ഏറ്റവും സ്ത്രീ വിരുദ്ധമായൊരു പരാമർശം നടത്തിയപ്പോൾ ഞങ്ങൾ വനിതാ കമ്മീഷൻ കൊണ്ട് പരാതി കൊടുത്തു. ഞാനും ഈ സമരം ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ കൊടുക്കുന്ന നികുതി പണത്തിൽ അവിടുന്ന് ശമ്പളം പറ്റുന്ന ആളുകളാണ്. ഇതുവരെ ഞങ്ങളെ ആരെങ്കിലും വിളിച്ച് ഒരു വാക്ക് ചോദിക്കാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ സ്ത്രീപക്ഷമെന്ന് നേതാക്കന്മാർ പറയുമ്പോൾ അവർ സ്ത്രീപക്ഷമാണ്. സ്ത്രീ വിരുദ്ധത പറഞ്ഞാൽ സ്ത്രീപക്ഷത്ത് നിൽക്കാൻ ഈ വനിതാ നേതാക്കന്മാർക്ക് ഒരാൾക്കും കഴിയുന്നില്ല CPM-ൽ. അതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ. എന്തായാലും MA ബിന്ദു പറഞ്ഞ പോലെ സ്ത്രീപക്ഷ സർക്കാരല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ സമരത്തെ എങ്ങനെ നേരിടുമായിരുന്നു എന്ന് നമുക്ക് കാണാമായിരുന്നു. അനുകൂലമായ യാതൊരു നിലപാടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിൽ ഈ ഒരു സമരം എത്രത്തോളം ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും MA ബിന്ദു പറഞ്ഞിരിക്കുകയാണ്. അങ്കമാലിയിൽ നിന്നും TA അഭിശങ്കറിനൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.